ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. എന്താ എല്ലാവരും പരിപാടി? എൻ്റെ സ്കിൻ കെയർ ഡേ ആണെന്ന്. അപ്പം നമുക്കൊരു ഫേഷ്യൽ ചെയ്താലോ? വേറെ ഫേഷ്യലല്ല, ഹൈഡ്രാ ഫേഷ്യൽ. അതായത് പാർലറിലൊക്കെ പോയിട്ട് ഏകദേശം ഒരു 6000 8000 ഒക്കെ കൊടുത്ത് ആണെന്ന് തോന്നണം. ഏകദേശം അതിനൊക്കെ റേറ്റ് അത്രയാണ് വരുന്നത്. നമ്മൾ പക്ഷേ 6000-ഉം 8000-ഉം ഒന്നും ചിലവാക്കുന്നില്ല. ഒരു 200 റുപ്പീസിൻ്റെ ഉള്ളിൽ. പക്ഷെ 200 റുപ്പീസിന് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വൺ ടൈം യൂസിനുള്ളതല്ല. നമ്മൾ അത് അതിൻ്റെ ആ പാക്ക് മേടിച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു വർഷം ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റീവ് ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരുപാട് ഇൻട്രോ ഒന്നും പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസിൻ്റെ ആണ് ഗ്ലിസറിനും അലോവേര ജെല്ല്. പിന്നെ ലാസ്റ്റ് നമുക്കൊരു ടോണറിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു റോസ് വാട്ടർ. ഇത് മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ. ഏകദേശം ഇത് മൂന്നും കൂടെ നമുക്ക് 130 രൂപയുടെ ഉള്ളിലേ ആയിട്ടുള്ളൂ. ഇനിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ട്, ഇത് നമ്മുടെ അരിപ്പൊടിയാണ്, നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, തക്കാളി. അപ്പോൾ ഇനി നമുക്ക് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മുഖം നമുക്ക് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഗ്ലിസറിൻ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ നന്നായി തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഫസ്റ്റായി ചെയ്യുന്ന കാര്യം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചർ മാറുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ നന്നായി മസാജ് ചെയ്ത ശേഷം നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ച് മുഖം വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ മസാജിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂട് വെള്ളം വേണം. അതായത് നമ്മൾ ഫേസ് ആവി പിടിക്കണം. പിടിക്കുമ്പോൾ നമ്മുടെ ഹോൾസൊക്കെ നന്നായിട്ടൊന്ന് ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റീമർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ തൊടാൻ പറ്റിയ പാകത്തിൽ പഞ്ഞിയിൽ മുക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് നല്ലപോലെ ഒന്ന് ആവി കയറ്റാം. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഹോൾസൊക്കെ നന്നായിട്ടൊന്ന് ഇതായി വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ മുഖം വൈപ്പ് ചെയ്തെടുക്കുക. ആ വെള്ളമൊക്കെ പോയി വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബിംഗ് ആണ് ചെയ്യേണ്ടത്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയും തക്കാളിയും കൂടെ നമ്മൾ ഏകദേശം എല്ലാ ഫേഷ്യലിലും നമ്മൾ നാച്ചുറലായി ചെയ്യുമ്പോൾ ഹോം മെയ്ഡായി ചെയ്യുന്ന സമയത്ത് സ്ക്രബിങ്ങിന് ഉപയോഗിക്കുന്നതാണ് തക്കാളിയും പഞ്ചസാരയും. അത് വെച്ച് നമ്മൾ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ആവി പിടിച്ചതാണ് മുഖത്ത്. അപ്പോൾ ആ മസാജ് നമ്മുടെ ഹോൾസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് നല്ലൊരു ഫേസിൻ്റെ ആ ഒരു ഇതായി വരാൻ, നമുക്ക് ബ്രൈറ്റ്നെസ്സൊക്കെ കുറച്ച് എഫക്റ്റീവായി വരാൻ അത് നന്നായിട്ട് സഹായിക്കും. പോരാത്തതിനും ഫേസിന് നല്ലൊരു മസാജ് കിട്ടുമ്പോൾ ആ മസാജിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് ചെയ്യുന്ന പാക്കിൽ നല്ല വ്യക്തമായിട്ടുള്ള റിസൾട്ട് കൂടെ കിട്ടും. പിന്നെ നമുക്ക് ഈ തക്കാളി വെച്ച് തന്നെ ഫേസിൽ അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അൺകംഫർട്ടബിൾ തോന്നും. അപ്പോൾ കുറച്ച് കംഫർട്ടബിളായിട്ട് നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തക്കാളിയുടെ നീര് ആ പഞ്ചസാരയിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ശേഷം നമുക്ക് നനഞ്ഞ തുണി വെച്ച് തന്നെ മുഖം നന്നായിട്ട് ഒന്നുകൂടെ വൈപ്പ് ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്ത് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ടെക്സ്ചർ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ നല്ല എഫക്റ്റായി മാറിയിട്ടുണ്ടാകും. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഫൈനായിട്ടുള്ള പൊടിയാണ് വേണ്ടത്. അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അലോവേര ജെല്ല് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് നന്നായി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാനും കൂടെ നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി ആയതുകൊണ്ട് അരിപ്പൊടിയും കുറച്ച് സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. പോരാത്തതിന് നല്ല ബ്രൈറ്റനിങ് ഏജൻറ്റ് കൂടെയാണ്
അരിപ്പൊടി. അത് ഫേസിലും നെക്കിലൊക്കെ നമ്മൾ നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ. അപ്പോൾ നമുക്ക് ഇത് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ മുഖം നന്നായി വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുഖം നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മുഖത്ത് ക്ലോസർ വ്യൂവിൽ നോക്കുമ്പോൾ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. അത് ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ്, നമുക്കൊരു ടോണറിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഒരു ടോണർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് റോസ് വാട്ടർ കോട്ടണിലാക്കിയിട്ട് നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് ഒപ്പിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈവായി തന്നെയാണ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് നമ്മൾ ലൈവായി തന്നെയാണ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒന്ന് കട്ടാക്കി. കാരണം എൻ്റെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കുന്നില്ല. ഇത് തന്നെയാണ് അവസ്ഥ. ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നിൽ മക്കളുടെ സൗണ്ട് വരും, അല്ലെങ്കിൽ ഇതേപോലെ പട്ടി, കോഴി, പൂച്ച തുടങ്ങിയ സംഭവം കൊണ്ട് സൗണ്ട് വരും. അത് കാരണം ഞാൻ പകുതിക്ക് വെച്ച് എനിക്ക് വോയിസ് കട്ടാക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ ലൈവായിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് കാണിച്ചു. ഒരു സ്കിൻ കെയറും നമുക്ക് പെട്ടെന്ന് വെളുക്കാനുള്ളതല്ല. നമ്മുടെ സ്കിന്നിനെ ഇടയ്ക്കൊന്ന് റിപ്പയർ ചെയ്യാൻ, ഒന്ന് റീചാർജ് ചെയ്യാൻ, റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ടിപ്പുകളാണ്. ഇപ്പം ഞാൻ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ചെയ്ത് നിങ്ങൾ എന്നിലുണ്ടായ ചേഞ്ചുകൾ കണ്ടു. ഇനി എനിക്കുണ്ടായ പേഴ്സണൽ ഫീലിങ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിനാണല്ലോ. അപ്പോൾ സ്വാഭാവികം ഗ്ലിസറിൻ കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ സീരിയൽ നടിമാര് സിനിമക്കാരൊക്കെ കരയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്ലിസറിൻ. നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഗ്ലിസറിൻ തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നീറ്റിലുണ്ടാവും. കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ കണ്ണ് നീറും, കണ്ണിൽ കൂടെ വെള്ളം വരും. പിന്നെ അലോവേര നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു കൂളിംഗ് ഏജൻ്റാണ്. അപ്പോൾ അലോവേരയും ഈ അരിപ്പൊടി നമുക്കറിയാം, നല്ല ഇടയ്ക്കൊക്കെ വൈറലായ കൊറിയക്കാരുടെ സ്കിൻ കെയറിൽ ഏറ്റവും മെയിനാണ് റൈസ് വാട്ടർ, റൈസ് പൗഡർ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള യാതൊരു വിവരവും എനിക്കില്ല. എനിക്കറിയുന്ന പ്രോഡക്റ്റുകൾ കൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ബിഫോർ 2 years മുമ്പ് ഞാൻ ഇതേപോലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമായി ഈ പ്രോസസ്സ് ചെയ്യുമായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലപോലെ മാറുകയും, ക്ലോസർ വ്യൂവിൽ ഒരിക്കൽ നോക്കിയപ്പോൾ എൻ്റെ സ്കിന്ന് ഒരുപാട് ബെറ്ററായി ഞാൻ കണ്ടു. പിന്നെ സ്വാഭാവികം നമ്മുടെ മെയിൻ ആൾ കടന്നുകൂടും. നമ്മൾ ബെറ്ററായി വരുന്നോറും അവിടെയൊക്കെ കയറി ആക്രമിച്ച് നമ്മളെ ഡൗൺ ആക്കി വിടുന്ന ഒരു മെയിൻ പരിപാടി ഉണ്ടല്ലോ. അതിൽ പെട്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് ചെയ്യാതായി. ഇപ്പം നമ്മളെല്ലാ ഭാഗത്തും നമ്മൾ സ്വയം റിപ്പയർ ചെയ്ത് തരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടുജോലിയിലാണ് വെച്ചാലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഈ 2026 ഫസ്റ്റായി ചെയ്യുകയാണ് ഈ പാക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാ വീട്ടമ്മമാരാണ്, പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഒരു പാർലറിലും പോയിട്ട് നമുക്ക് ഈ സേവനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ ഈ സേവനങ്ങൾ കൊണ്ട് സംതൃപ്തിപ്പെടുത്തുക. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളുടെ കൂട്ടത്തിൽ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസറുടെയും കൂടെ ആവശ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹിമാലയയുടെ ബേബി ക്രീമുണ്ട്, പിന്നെ ഒരു ആലോവേരയുടെ ഒരു ലോഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു.
ഈ വീഡിയോ എടുത്തതിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. കാരണം എനിക്ക് ക്യാമറ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ നമ്മൾ പെഡിക്യൂർ ചെയ്ത വീഡിയോയിൽ കാല് ഭാഗം കാണിക്കുന്ന കാരണം കറക്റ്റായി എന്താണെന്നുള്ളത് ഫ്രണ്ടിൽ നിന്ന് എനിക്ക് നോക്കിയിടും. ഇത് ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന കാരണം എൻ്റെ ഫേസ് ത്രൂ നിങ്ങളോട് സംസാരിക്കുന്ന കാരണം കുറേ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ ആ മിസ്റ്റേക്കുകളൊക്കെ റെഡിയാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.